നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ബന്ധത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഇന്ന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഈ ബന്ധം കൊണ്ടുവന്നതാണോ എന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടോ അതിന്? അതായത് നല്ലൊരു ബന്ധം തന്നെയാണോ യൂണിവേഴ്സ് കൊണ്ടുവന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ, അതോ നിങ്ങൾക്ക് നല്ലതിനാണോ, ശരിക്കും ഒരു നല്ല ബന്ധമാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, യൂണിവേഴ്സിൻ്റെ യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിൽ ഈ ബന്ധം കൊണ്ടുവന്നതിൻ്റെ പർപ്പസ് എന്താണെന്ന് നോക്കാം. എനിക്ക് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഈ റിലേഷൻഷിപ്പ് വന്നിട്ടുള്ളത്? ഓക്കെ, നമുക്ക് നോക്കാം. എന്തായാലും യൂണിവേഴ്സ് ഈ ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനാണ് കൊണ്ടുവന്നത്? ഇതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾ പഠിക്കാനാണോ, അതോ നിങ്ങളെ ശരിക്കും നല്ലതിന് വേണ്ടി നിങ്ങൾക്ക് കൊണ്ടുതന്ന ഒരു ബന്ധമാണോ നോക്കാം. ഓക്കെ, ഞാൻ ഡേറ്റ്സ് കാര്യങ്ങൾ എടുക്കാൻ പ്ലാൻ ഉണ്ട്. നിങ്ങൾക്ക് മാച്ച് ആവുന്ന എന്തെങ്കിലും കാര്യം പറയാം, ലാസ്റ്റ് പറയാം. ഓക്കെ, ലെറ്റ്സ് സീ. യൂണിവേഴ്സ് റിലേഷൻഷിപ്പിൽ, മൈ ഗോഡ്, കിങ് ഓഫ് കപ്സ് എനർജിയാണ്. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്, ചാരിയറ്റ്, ഫോർ ഓഫ് സോർഡ്സ്, ക്വീൻ ഓഫ് സോർഡ്സ് എനർജി. ഓക്കെ, ഇവിടെ ഡെവിൾ ഉണ്ട്, ബാക്ക് ഡെവിളും ടു ഓഫ് കപ്സും ഉണ്ട്. ഞാനിവിടെ വെക്കുന്നുണ്ട്, എനിക്കത് പറയാനുണ്ടാവും അതിനെക്കുറിച്ച്. ഡെവിൾ എനർജിയും ടു ഓഫ് കപ്സ് എനർജിയും ഉണ്ട്, പറയാം. ഓക്കെ, സോറി, ഹൈ പ്രീസ്റ്റസും ഇടയിൽ മോൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ദേ വന്നു ഹൈ പ്രീസ്റ്റസ് വീണ്ടും. ഓക്കെ, ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം 2-3 കാർഡ്സ് നമുക്ക് പ്രോപ്പർ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, ഡെവിൾ എനർജി ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ എനിവേ ഞാൻ പറയാം. ആദ്യം തന്നെ കിങ് ഓഫ് കപ്സ് എനർജിയാണ്. സോ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങൾ ആരെയാണോ നിങ്ങൾ ആലോചിക്കുന്നത്, ആരെക്കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത്, നിങ്ങളുടെ ലൈഫിലുള്ള വ്യക്തി, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി, അവർക്ക് നിങ്ങളോട് തിരിച്ചും വളരെയധികം സ്നേഹമുണ്ട്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് ശരിക്കും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങളെ സ്നേഹിക്കാൻ പറ്റിയ, മീൻസ് നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ എന്നൊക്കെ പറയാം. ഓക്കെ, അതിനു വേണ്ടി തന്നെയാണ് ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുള്ളത്, ഒരു ഡൗട്ടും വേണ്ട. ഓക്കെ, അവരുടെ ഭാഗത്തുനിന്ന് പക്ഷേ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. അതായത് അവർ കമ്മിറ്റഡ് ആണോ അല്ലേ എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. മാത്രമല്ല അവർ റൊമാൻസ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾ തമ്മിൽ ആദ്യം പരിചയപ്പെട്ടപ്പോഴൊക്കെ റൊമാൻസ് ആയിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വളരെയധികം സ്നേഹമുണ്ട് ഉള്ളിൽ എന്ന് നിങ്ങൾക്കറിയാം. ബട്ട് ഓക്കെ, പേഴ്സൺ കമ്മിറ്റഡ് ആണോ നിങ്ങളോട് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാം. ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലാണ് ഇവിടെ സ്ലോ ആയിട്ട് എനിക്ക് കാണുന്നത്. ഓക്കെ, ബട്ട് ചാരിയറ്റും ഉണ്ട് ഇവിടെ. ഓക്കെ, കുറച്ച് ദൂരെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ദൂരെ എന്ന് പറയുമ്പോൾ മേ ബി ലൈക്ക് വേറെ കൺട്രി, വേറെ രാജ്യം എന്ത് തന്നെ ആയിക്കോട്ടെ നോക്കി നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ എന്താ പറയുക, ഇൻ്റർനെറ്റ് കൂടി, വാട്സാപ്പോ ഇതും വഴി മാത്രമായിരിക്കും ചിലപ്പോൾ കോണ്ടാക്റ്റ് ഉള്ളത്. കുറച്ച് ദൂരെ ആയിരിക്കാം പേഴ്സൺ. ഓക്കെ, പക്ഷേ ഇവിടെ എനിക്ക് കാണുന്നത്, ഓക്കെ, നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് ഐ തിങ്ക് ഇവിടെ ഇടയിൽ 4 ഓഫ് സോർഡ്സ്, ക്വീൻ ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇടയിലൊരു ബ്ലോക്ക് വന്നു. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ തടസ്സം വന്നു, നിങ്ങളുടെ ഇടയിൽ ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് ഒരു അധികം ഫ്യൂച്ചർ ആവണം, ബാക്ക് ആവണം, പാസ്റ്റ് ആവണമെന്നില്ല. കുറച്ച് ദിവസം മുമ്പ് നടന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കുറേ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളായിരിക്കും. എനിക്ക് ഇവിടെ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ കാണുന്നുണ്ട്. എനിക്ക് അതിന് റീസൺ തേർഡ് പാർട്ടി ഉണ്ട് വളരെ സ്ട്രോങ് ആയിട്ട്. അത് പാരൻറ്റും ആവാം. ഓക്കെ, അല്ലെങ്കിൽ പേഴ്സൺ മാരീഡ് എന്ന രീതിക്ക് നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും, നിങ്ങൾ തമ്മിൽ അടുക്കണം എന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ചിലപ്പോൾ ലൈക്ക് നിങ്ങളുടെ ഇടയിൽ കളിച്ച് കാണാം. ഓക്കെ, ക്വീൻ ഓഫ് സോർഡ്സ് എനർജിൻ്റെ 4 ഓഫ് സോർഡ്സ് എനർജി. നിങ്ങളെ തമ്മിൽ അകറ്റിയതായിരിക്കാം, ഡബിൾ എനർജി ഉണ്ടായിരുന്നു. സോ നിങ്ങളെ തമ്മിൽ അകറ്റിയതായിരിക്കാം വേണം വെച്ച്, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി കാരണം നിങ്ങൾ തമ്മിൽ അകന്നതായിരിക്കാം. ഓക്കെ, ബട്ട് പേഴ്സൻ്റെ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഡൗട്ട് ചെയ്യരുത്. റിലേഷൻഷിപ്പ് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്, കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഓക്കെ, ബട്ട് ഇവിടെ എനിക്ക് നഷ്ടം കാണുന്നുണ്ട്. 5 ഓഫ് കപ്സ് ആണ് നഷ്ടങ്ങളുടെ കാര്യം കാണുന്നുണ്ട്. 10 ഓഫ് വൺസിൽ ഇപ്പം നിങ്ങൾ തമ്മിൽ അകൽച്ചയുണ്ടെങ്കിൽ പേഴ്സണിനും തീർച്ചയായിട്ടും വിഷമമുണ്ട്. ഓക്കെ, അവർക്ക് നല്ലോണം അതിൻ്റെ വിഷമം അവർ അനുഭവിക്കുന്നുണ്ട്. മിസ്സിങ് എനർജി ആണെന്ന് പറയാം, അവർക്ക് നഷ്ടബോധമുണ്ട് എന്ന് പറയാം. ഓക്കെ,
ഓക്കെ, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളില്ലാതെ ശരിക്കും വിഷമിക്കുന്നുണ്ട് എന്ന രീതിക്ക് തന്നെ പറയാം. ആൻഡ് അവർ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നും ഇവിടെ കാണുന്നുണ്ട് എനിക്ക്. ആൻഡ് ഇവിടെ സൺ കാർഡ് ഉണ്ട്. ഇതിലും ഒരു സൺഫ്ലവർ ആണ്. ആ സൺഫ്ലവറും ഇതും കൂടി ഞാൻ നേരത്തെ തന്നെ എനിക്ക് തോന്നിയതാണ് നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി വരുന്നുണ്ട് എന്ന്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവ് മൂവ്മെന്റ് ഉണ്ടാവും. ഇപ്പോൾ അകൽച്ചയാണെങ്കിലും ശരി, സെപ്പറേഷൻ ആണെങ്കിലും ശരി, തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും എന്ത് തന്നെയായാലും നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ മുന്നോട്ടൊരു മൂവ്മെന്റ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു സന്തോഷം നിങ്ങൾക്ക് വരും എന്നാണ്. ആര് തന്നെ നിങ്ങളെ അകറ്റാൻ നോക്കിയാലും ഡെവിൾ എനർജി ഉണ്ട് ഇവിടെ, കാണിക്കാൻ പറ്റില്ല ഫോട്ടോ. അതുകൊണ്ടാണ്. ഡെവിൾ എനർജി നിങ്ങളെ തമ്മിൽ ആര് അകറ്റിയാലും ശരി, തേർഡ് പാർട്ടി ഇടയിൽ വന്നാലും ശരി, എന്ത് ചെയ്താലും ശരി, നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ അത്രയും സ്ട്രോങ് കണക്ഷനാണ് യൂണിവേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ബ്രേക്ക് ആവാൻ പോകുന്നില്ല. നിങ്ങൾ ഒരിക്കലും അത് ഡൗട്ട് ചെയ്യേണ്ട കാര്യമില്ല. സോ നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് കണക്ഷൻ ഉണ്ട്. അത് ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, ആര് തന്നെ ഇടയിൽ വന്നാലും. സോ യൂണിവേഴ്സ് കൊണ്ടുവന്ന വ്യക്തി വളരെ കറക്റ്റായിട്ടുള്ള വ്യക്തി തന്നെയാണ്, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി തന്നെയാണ്. നിങ്ങൾ ഇടയിൽ നിങ്ങളെ പിരിച്ചിട്ടുണ്ട്, ഇടയിൽ നിങ്ങൾ തമ്മിൽ ഈ സെപ്പറേഷൻ വരാനൊരു റീസൺ ഉണ്ടായിട്ടുണ്ട്. അത് കാരണം നിങ്ങൾ തമ്മിൽ അകന്നിട്ടുണ്ട്. ബട്ട് പേഴ്സൺ തിരിച്ച് വരുന്നു എന്നാണ് എനിക്ക് കാണുന്നത്. ഇത് ഞാൻ ഓവറോൾ സിറ്റുവേഷൻ പറയാണ്. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ എന്താ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് പറയാം ഞാൻ. എന്തായാലും പേഴ്സണിന് സ്നേഹമുണ്ട്, നിങ്ങൾ തമ്മിൽ അകൽച്ചയുണ്ടെങ്കിൽ അവർ തിരിച്ചു വരും എന്നുള്ളതും വളരെ ക്ലിയർ ആണ്. ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ എന്താണ്, നിങ്ങൾക്ക് ലെസൺ എന്താണ് ഇതിൽ, ഗൈഡൻസ് എന്താണ് ഇതിൽ നിങ്ങൾക്ക്? നിങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത്? വെരി നൈസ്. ഇവിടെ ഇങ്ങനെ പറയാം, നിങ്ങളോട് പറയുന്നത്, യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇത് ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത് നിങ്ങളെ തന്നെ, നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കഴിവ്, ലേഡീസ് ആവണമെന്നില്ല, എല്ലാം ലേഡീസ് ജെൻസ് പ്ലീസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മാറ്റിയെടുക്കുക. ഞാൻ ഈ പറയുന്ന ക്യാരക്ടേഴ്സ്, കിങ് ഓഫ് കപ്സ് പറഞ്ഞാൽ ക്വീൻ ഓഫ് കപ്സ് നിങ്ങൾ വിചാരിച്ചോളാം. ക്വീൻ ഓഫ് വോൺസ് പറയുമ്പോൾ കിങ് ഓഫ് വോൺസ് എടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം നിങ്ങളുടെ അതിനനുസരിച്ച്. സോ ഇവിടെ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക്. കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം കാണുന്നുണ്ട്. സോ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ വരും പേഴ്സൻ്റെ ഭാഗത്തു നിന്ന്, അത് വേറെ. അതല്ലാതെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ഐ തിങ്ക് ഈ പേഴ്സൻ്റെ അടുത്ത് നിന്ന് സെപ്പറേഷനൊക്കെ വരുമ്പോൾ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. നിങ്ങൾ കുറേ ഉൾവലിഞ്ഞിട്ടുണ്ടാവും. ഹെർമിറ്റ് കാർഡാണ് കാണുന്നത്. ഹെർമിറ്റ് എന്ന് പറയും. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ അവനവന് വേണ്ടി ഫൈറ്റ് ചെയ്യാം. 7 of Wands പറയുന്നത് നിങ്ങൾ ഒന്നാമത്തെ കാര്യം അവനവനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന രീതിക്കും പറയാം. അത് മാത്രമല്ല നിങ്ങൾ അവനവന് വേണ്ടി സ്റ്റാൻഡ് എടുക്കുക. നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന് എന്താ നല്ലത്, അത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ അതിന് വേണ്ടിയുള്ള ആക്ഷൻ എടുക്കൂ. ഇത് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം പറയാം. നിങ്ങൾ ഐ തിങ്ക് സൈലന്റ് ആയിട്ട് മേ ബി ആ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് അവർ വിട്ട് നിൽക്കുകയൊക്കെ ചെയ്തപ്പോൾ മേ ബി നിങ്ങളായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അതായത് എനിക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ പറഞ്ഞു കാണാം. അങ്ങനെ പറയണം എന്നാ പറയുന്നത് യൂണിവേഴ്സ്. അതാ പറയുന്നത് നിങ്ങൾ എന്ത് അനുവദിക്കും, നിങ്ങൾ എത്രത്തോളം നിങ്ങളെ വേദനിപ്പിക്കുന്ന അനുവദിക്കുന്നതും അല്ലെങ്കിൽ സിറ്റുവേഷൻ, ഇങ്ങനെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്ക് വേണോ വേണ്ടേ, ഇതെല്ലാം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ആൻഡ് നിങ്ങളുടെ ഒരു വാല്യൂ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ കഴിവുകളുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ കഴിവുകളുണ്ട്, അതൊക്കെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടാവും. ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് വന്നതുകൊണ്ടായിരിക്കും അതൊക്കെ സംഭവിച്ചത്. എവിടെയോ നിങ്ങൾ അതായത് കുറേ വേദനിക്കും നമ്മളല്ലേ, കുറേ വേദനിക്കും. ഈ വ്യക്തി ഇഷ്ടമുണ്ടോ ഇല്ലയെന്ന് തന്നെ നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, പക്ഷെ ഉണ്ട് കേട്ടോ, അത് കാര്യം ഉറപ്പാണ്. ബട്ട് തേർഡ് പാർട്ടി ഉണ്ട്, തേർഡ് പാർട്ടിയിലേക്ക് പോയി അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ റിയലൈസ് ചെയ്യുക, അവനവനെ നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങാം. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഐ തിങ്ക് നിങ്ങൾ സൈലൻസ് മാറ്റിയിട്ട് നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. നിങ്ങൾ അങ്ങോട്ട് ഇപ്പോൾ സ്റ്റാൻഡ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. എനിക്ക് ഇന്നതാണ് വേണ്ടത്, അല്ലെങ്കിൽ എനിക്കിങ്ങനെ പറ്റില്ല എന്ന രീതിയിലൊക്കെ നിങ്ങൾ സ്റ്റാൻഡ് എടുക്കുന്നുണ്ടാവും. ആൻഡ് ഇവിടെ ഫുൾ കാർഡ് ഉണ്ട്. പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്ന് പറയാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഒരു പുതിയ തുടക്കം വരുന്നു എന്ന് പറയാം. വേറെ ഈ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ എന്താണ് പറയുന്നത്? മജീഷ്യൻ, എവിടെ ബൗണ്ടറി വെക്കണം എന്ന് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ഇവിടെ ജഡ്ജ്മെന്റ് ഉണ്ട്. നിങ്ങൾ ഐ തിങ്ക് നിങ്ങളുടെ ഓൺ കരിയർ കാര്യങ്ങൾ നിങ്ങളുടെ ഒരു ഗ്രോത്ത് ഒന്ന് വന്നിട്ടുണ്ടാവും ഇപ്പോൾ. ഞാൻ പറഞ്ഞു നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ റിയലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ അവനവൻ്റെ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. മജീഷ്യൻ ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. യൂണിവേഴ്സ് പറയുന്നതാണ് നിങ്ങൾ അതൊക്കെ ചെയ്യാൻ തുടങ്ങുക. ആ പേഴ്സണെ വെയിറ്റ് ചെയ്ത് മാത്രം ഇരിക്കരുത്. സ്നേഹവും ഇതൊക്കെ ഉണ്ട്, ഒരു ഭാഗത്തുണ്ട്, അതിനൊന്നും ഡൗട്ടില്ല. പക്ഷെ നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ എന്താണെന്നുള്ളത്.
ഇത് നിങ്ങളുടെ ലൈഫ് എങ്ങനെ വേണം എന്ന് നിങ്ങൾ തീരുമാനം എടുക്കണം. ഓക്കെ, അതാണ് ഞാൻ സ്റ്റാൻഡ് എടുക്കുന്ന കാര്യം പറഞ്ഞത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതിന് നിങ്ങൾ സ്റ്റാൻഡ് എടുക്കാൻ തുടങ്ങുക. ഓക്കെ, ബൗണ്ടറി വെക്കുക. എവിടെയാണ് ബൗണ്ടറി വെക്കേണ്ടത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, പേഴ്സണിന് ഇഷ്ടമാണ്, സ്നേഹമാണ്, അവർ നിങ്ങളെ കൂടെ ഉണ്ട്, എല്ലാം നല്ലത് തന്നെ, അതിലൊന്നും തെറ്റില്ല. പക്ഷേ ഇപ്പം അവർ നിങ്ങളെ ഇപ്പോഴേക്ക് ഇൻ ആൻഡ് ഔട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് തരുന്നില്ല. നിങ്ങൾക്ക് കമ്മിറ്റ്മെൻ്റ് ആണോ വേണ്ടത്? നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, കമ്മിറ്റ്മെൻ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് അങ്ങനെയാണോ വേണ്ടത്? അതിനനുസരിച്ച് നിങ്ങൾ ബൗണ്ടറി വെക്കാൻ പഠിക്കണം. ഓക്കെ, പേഴ്സൺ ഇൻ ആൻഡ് ഔട്ട് ചെയ്യുമ്പോൾ അത് സമ്മതിക്കാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ അവനവന് വേണ്ടി ഒന്ന് സ്റ്റാൻഡ് എടുക്കാൻ തുടങ്ങാം. ഓക്കെ, ആൻഡ് ഇവിടെ പക്ഷേ യെസ്, നിങ്ങൾ തമ്മിൽ ആ ഡീപ്പ് കണക്ഷൻ ആണ്, ഇത് എവിടെയും വിട്ടു പോകുന്നില്ല. ഓക്കെ, നിങ്ങളെ പക്ഷെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ വന്നായിട്ടാണ് എനിക്കത് കാണുന്നത്. ഈ റിലേഷൻഷിപ്പ് ഓക്കെ, നിങ്ങളെ സ്ട്രോങ് ആക്കാനും നിങ്ങളുടെ ഒരു ഗ്രോത്തിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഓക്കെ, ലാസ്റ്റ് ഒരു 2 കാർഡ് കൂടി എടുക്കാം. നിങ്ങളോട് യൂണിവേഴ്സ് എന്താ പറയുന്നത് ഇവിടെ? ജസ്റ്റിസ്, 9 ഓഫ് സോർഡ്സ്. ഓക്കെ, നിങ്ങൾ അൺനെസസറി നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, ന്യായമായത് നടക്കും എന്നാണ് കാണുന്നത് എനിക്ക്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾക്കൊരു ലൈഫ് കിട്ടും. പാർട്ട്ണറുമായിട്ട് ഒരു ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്ന, ഇപ്പോൾ മാരേജ് ആണെങ്കിൽ മാരേജ് വരും, അല്ല നിങ്ങൾ തമ്മിലൊരു സ്റ്റേബിളായിട്ട് ജസ്റ്റ് ഒരു റിലേഷൻഷിപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നടക്കും. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് തന്നെ നടക്കും. ഓക്കെ, ഇവിടെ സന്തോഷങ്ങൾ വരുന്നു എന്നാണ്. ആൻഡ് ആക്ച്വലി നിങ്ങൾ എന്താണോ നിങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുത്തിട്ടുള്ളത് അതിനെല്ലാം ഈക്വലായിട്ട് ഇങ്ങോട്ടും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. എനിക്ക് ആ പേഴ്സണും നിങ്ങളുടെ അടുത്ത് ഇനി ഈക്വലായിട്ട് നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ തുടങ്ങും. ഐ തിങ്ക് നിങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ട്, അതുകൊണ്ടാണിത്. ഓക്കെ, ആൻഡ് ഇവിടെ ഇത് 2 കാർഡും സെയിം ആണ് കേട്ടോ. ഇതിവിടെ 2 ഭാഗവും ഈക്വൽ ആയിട്ടാണ് നിൽക്കുന്നത്. ഇവിടെയും 2 ഭാഗം ഈക്വൽ ആയിട്ട് കൊടുക്കുക എന്നാണ്. 2 പേർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കുന്ന തരത്തിലാണ്. അതായത് സിറ്റുവേഷൻസ് ബാലൻസിലേക്ക് വരും, ജസ്റ്റിസ് നടക്കും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് നല്ലൊരു ലൈഫാണ് എനിക്ക് മുന്നോട്ട്. നിങ്ങൾ ഒരുപാട് ആലോചിച്ച് ടെൻഷൻ അടിച്ച് സ്ട്രെസ് അടിക്കേണ്ട. ബിക്കോസ് ഇത് നെഗറ്റീവ് ഒരുപാട് ആലോചിച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് തന്നെ നടക്കും. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ അൺനെസസറി ആയിട്ടുള്ള വറിയാണ് എന്നാണ് അർത്ഥം. ഓക്കെ, യൂണിവേഴ്സായിട്ട് ഇവിടെ ജഡ്ജ്മെൻറ്റ് ചെയ്തോളും. തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും ശരി, ചീറ്റിംഗ് ഉണ്ടെങ്കിലും ശരി, അത് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കും. അവർ ചെയ്ത തെറ്റുകളുടെ റിയലൈസേഷൻ അവർക്ക് വരും. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വന്നത് ഞാൻ പറഞ്ഞ പോലെ യൂണിവേഴ്സ് നിങ്ങളെ സ്ട്രോങ് ആക്കാനാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയാൻ, നിങ്ങളുടെ ഒരു പവർ തിരിച്ചറിയാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. നിങ്ങളെ ബെറ്റർ ആക്കാനാണ്. ഓക്കെ, ആസ് എ പേഴ്സൺ നല്ലൊരു ബന്ധം നിങ്ങളുടെ ലൈഫിൽ വരണമെങ്കിൽ ആദ്യം നിങ്ങൾ അവനവനെ സ്നേഹിക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അവനവനെ നിങ്ങൾ സ്നേഹിച്ചാലല്ലേ വേറെ ബാക്കിയെല്ലാം നല്ലതായിട്ട് സ്മൂത്തായിട്ട് പോകുള്ളൂ. ഓക്കെ, അതൊക്കെ ഞാൻ ഈ ഒരു ദിവസം പറയാം. ഓക്കെ, എനിവേ, മൗണ്ടൻ ചാലഞ്ചസ്, ഔൾ, സ്പിരിച്വൽ മെസ്സേജസ്, യെസ്, ഡ്രാഗൺ ഫ്ലൈ, ഹാവ് കോൺഫിഡൻസ്, അല്ലേ, ഈഗിൾ, ശരി, ഫുൾ കാർഡ്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം വരും. ഓക്കെ, പുതിയ കാര്യം എന്താ പറയുക, സിറ്റുവേഷനൊക്കെ മാറി നിങ്ങൾ തമ്മിൽ കുറച്ചുകൂടി അടുപ്പം വരും. പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് നല്ലൊരു നിങ്ങൾ അങ്ങോട്ട് ചെയ്യുന്ന പോലെ അവരും തിരിച്ച് നിങ്ങളോട് ഈക്വലായിട്ട് നിങ്ങൾ കൊടുക്കുന്ന പോലെ, അതിപ്പോൾ പൈസയുടെ കാര്യമല്ല പറയുന്നത്, സ്നേഹം കൊടുക്കുക, സമയം കൊടുക്കുക, അതിനെല്ലാം അവരും തിരിച്ച് അതേപോലെ ചെയ്യുമെന്ന രീതിയിലാണ് കാണുന്നത്. മൗണ്ടൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ചെറിയ തടസ്സങ്ങളുണ്ട്. തടസ്സങ്ങളുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, തേർഡ് പാർട്ടിയുടെ കാര്യം പറഞ്ഞു. പക്ഷേ യു ആർ പ്രൊട്ടക്റ്റഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ചാലഞ്ചസ് ഫേസ് ചെയ്യുമ്പോഴും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള അഷുറൻസ് തരുന്നുണ്ട്. ദർ ആർ സ്പിരിച്വൽ മെസ്സേജസ് ആൻഡ് ഗ്രേറ്റ് വിസ്ഡം ടു ബി ഫൗണ്ട്. യെസ്, ഇത് നിങ്ങൾക്കൊരു സ്പിരിച്വൽ നിങ്ങളെ ഗ്രോത്തിന് വേണ്ടി വന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാൻ. ഓക്കെ, യൂണിവേഴ്സ് എവിടേക്കോ നിങ്ങളോട് പല മെസ്സേജസും നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങളെ ലൈഫ് ബെറ്റർ ആക്കുക, നിങ്ങളെ തന്നെ ബെറ്റർ ആക്കുക എന്ന രീതിയിൽ. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ ആയിരിക്കും, മൈൻഡിയും ആയിരിക്കും. ഓക്കെ, ഡ്രാഗൺ ഫ്ലൈ, ഹാവ് കോൺഫിഡൻസ് ഡ്യൂറിങ് ദിസ് ടൈം ഓഫ് ഗ്രേറ്റ് ജോയ്, റിന്യൂവൽ ആൻഡ് കണക്ഷൻ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആവും, നോ ഡൗട്ട്. ഓക്കെ, പക്ഷെ അതിന് നിങ്ങൾ ഒന്ന് മാറണം, നിങ്ങൾ ചേഞ്ച് ആവണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടെസ്റ്റായിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി കൊണ്ടുവന്ന് തന്നു. ഓക്കെ, ഇനി ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ആ ബന്ധം നല്ല രീതിയിൽ വെക്കാൻ നിങ്ങൾ സ്ട്രോങ് ആവണം. കെയറും വേണം, ഒപ്പം വേണം, കെയറും വേണം, അതേസമയം നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. ഈഗിൾ, യു വിൽ സോ ടുവേർഡ്സ് യുവർ ഡെസ്റ്റിനി വിത്ത് ഗ്രേറ്റർ ക്ലാരിറ്റി ആൻഡ് സ്ട്രെങ്ത്. നിങ്ങൾ എവിടേക്കോ എത്താനുള്ളതാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിലെ വളർച്ച, നിങ്ങളുടെ ഗ്രോത്ത്, നിങ്ങൾ എവിടേക്കോ സ്വയം നിങ്ങളുടെ കഴിവുകളെ യൂസ് ചെയ്ത് നിങ്ങൾ ശരിക്കും നല്ല പൊട്ടൻഷ്യൽ ഉള്ള വ്യക്തികളാണ്. അത് യൂസ് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത്. എനിവേ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു പുതിയ തുടക്കം നിങ്ങൾക്ക് കാണാം, അതും ഒരു അഷുറൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ നമ്പേഴ്സ് ആൻഡ് ഡേറ്റ്സ്, ഇത് ചിലപ്പോൾ നിങ്ങളുടെ ബർത്ത് ഡേറ്റ്സ് കാര്യങ്ങളാവാം, അല്ലെങ്കിൽ
എന്താ പറയുക, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേഷൻ ആണ്, നോ കോണ്ടാക്ട് ആണ്, അപ്പോൾ പേഴ്സൺ എപ്പോൾ വരും അല്ലെങ്കിൽ എപ്പോൾ മെസ്സേജ് വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. എന്തെങ്കിലും കിട്ടുന്നത് ഒക്ടോബർ, ജനുവരി, ജൂൺ. ഓക്കെ, അപ്പോൾ ഈ 3 മാസങ്ങൾ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. നിങ്ങളുടെ ആയിരിക്കാം, നിങ്ങളുടെ ബർത്ത്ഡേ ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സണൽ ബർത്ത്ഡേ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്ത ഡേറ്റ്സ്. ഓക്കെ, ഇവിടെ 1ഉം 6ഉം ഉണ്ട്. സോ 16 ആവാം. ഓക്കെ, 61 ബോണാണോ അറിയില്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, 16 ഡേറ്റ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ബർത്ത് ഡേറ്റിൻ്റെ ആയിരിക്കാം, അവരുടെ ബർത്ത് ഡേറ്റിൻ്റെ ആയിരിക്കാം, നിങ്ങൾ മീറ്റ് ചെയ്ത ഡേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്ന ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും നടക്കാനുള്ള ഒരു സാധ്യതയാണ്. ഇത് ജനുവരി 16 കഴിഞ്ഞു ഓൾറെഡി, പോട്ടെ. മേ ബി നിങ്ങൾ ലാസ്റ്റ് ജനുവരി 16 മീറ്റ് ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് സിഗ്നിഫിക്കൻസ് ഉണ്ടോ നോക്കാം. ജൂൺ 16 ഉണ്ട്, ഒക്ടോബർ വരാം. ഓക്കെ, ഈ മാസങ്ങൾ അല്ലെങ്കിൽ 1 ആയിട്ടും എടുക്കാം. ഓക്കെ, 1 മാത്രം എടുക്കാം. ജനുവരി അല്ലെങ്കിൽ ജനുവരി 1, ഒക്ടോബർ 1, ജൂൺ 1, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡേറ്റ് നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ 1ഉമായിട്ട് നിങ്ങൾക്ക് കണക്ഷൻ, 6 ആയിട്ട് കണക്ഷൻ, അങ്ങനെ എടുക്കാം. ജനുവരി 6 ആയിരിക്കാം. ഓക്കെ, എനിത്തിങ്. ഓക്കെ, ഇത് കൂടുതൽ ഓപ്ഷൻസ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. ഓക്കെ, ഒരിക്കൽ കൂടെ എടുക്കണോ? ഒരു തവണ കൂടെ എടുക്കാം അല്ലേ. ഈ ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഡേറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് വരാമെന്നൊക്കെ ആയിരിക്കാം. ഓക്കെ, ഏപ്രിൽ, നവംബർ, ഇത് ഒരുപാട് എണ്ണം ആയിപ്പോയി, എല്ലാവർക്കും ആയിപ്പോയി. അങ്ങനെ ആയിപ്പോയി, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. എനിവേ 7 ഉണ്ട്, 0 ഉണ്ട്. അപ്പോൾ 1 6 ആയിരുന്നു, ഇപ്പോൾ 7 0 ഉണ്ട്, അല്ലെങ്കിൽ 0 7 ആവാം. എനിക്ക് ഈ നമ്പേഴ്സൊക്കെ നിങ്ങൾക്ക് ഫോൺ നമ്പറിൽ ഉണ്ടാവാം, എന്തെങ്കിലുമൊക്കെ മാച്ചിങ് നിങ്ങൾക്ക് കൂടുതൽ തോന്നാം. ഏപ്രിലുണ്ട്, നവംബർ ഉണ്ട്, ജൂലൈ ഉണ്ട്. ഓക്കെ, സോ ഈ നമ്പേഴ്സും ഡേറ്റ്സും ഈ മന്ത്സും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റെസനേറ്റ് ആവുന്നുണ്ടോ നോക്കാം. എനിവേ, എന്തായാലും എല്ലാവരും നിങ്ങളുടെ ഗ്രോത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. ഓക്കെ, ബട്ട് അത് പറഞ്ഞ് നിങ്ങളുടെ ലൈഫും കൂടി മാറ്റർ ആണ്. ഓക്കെ, നിങ്ങൾ അവനവനെ കുറിച്ച് ചിന്തിക്കുക, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.